വാലും തലയും കയ്യിലുണ്ടോ? ഉണ്ടാ? വൈകിട്ട് ഒരു പരിപാടിയില്ല, നോ പരിപാടി. മണ്ണാക്കട്ട വിളിച്ചോളൂ. പ്രിയമുള്ളവരെ, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സെഗ്മെന്റ് വാളെടുത്തവൻ വെളിച്ചപ്പാടാകുമോ എന്ന ചോദ്യത്തിന് അന്വർത്ഥമാകുന്ന ഒരു സെഗ്മെന്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വിശിഷ്ട അതിഥിയെ ഞാൻ ഇതാ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ അടുത്ത കാലത്തായി ലക്ഷോപലക്ഷം പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന വ്യക്തിത്വത്തിനുടമ, നമുക്കേവർക്കും പ്രചോദനമായ, യുവാക്കളുടെ ഹാരമായി മാറിയ പണ്ഡിറ്റ്. മനസ്സിലായില്ലേ? സന്തോഷ് പണ്ഡിറ്റ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ സന്തോഷ്. വളരെ സന്തോഷമുണ്ട് ഈ സന്ദർഭത്തിൽ അങ്ങേ ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞത്. ഞാൻ നമ്മുടെ നെറ്റിലൂടെയാണ് ഒരുപാട് കണ്ടിരിക്കുന്നത്, പിന്നെ ഈ അടുത്ത ദിവസം കണ്ട പത്രമാധ്യമത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നിർഭാഗ്യമാക്കാതിരിക്കുമല്ലോ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. ഒരിക്കലുമില്ല, കാരണം വ്യത്യസ്തമായ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ കാണാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, പ്രത്യേകിച്ചും യുവാക്കളുടെ ഒരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് അങ്ങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാന്നിധ്യം ഞാൻ മനസ്സിൽ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ എല്ലാവർക്കും അതല്ലേ തീർച്ചയായിട്ടും പറയാനുള്ളത്. അപ്പൊ പിന്നെ എല്ലാവരും ആദ്യമേ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കൂ പ്ലീസ്. ഈ കൈയടിക്ക് പിന്നിൽ മറ്റൊരു ഏറ്റവും വലിയ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ രഹസ്യം എന്ന് പറഞ്ഞാൽ, രഹസ്യമല്ല, അതിപ്പോൾ പരസ്യമായി കഴിഞ്ഞു. കാരണം മലയാള സിനിമ, മലയാളം എന്ന് മാത്രം പറയാനില്ല, മലയാളത്തിലും ഹിന്ദിയിലും ലോക സിനിമയിൽ തന്നെയും ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. മറ്റൊന്നുമല്ല, ക്യാമറ ഒഴികെ, അതായത് നമ്മുടെ കഥ, തിരക്കഥ, സംഭാഷണം, നായകൻ, എഡിറ്റിംഗ്, പിന്നെ ഫൈറ്റ്, കോറിയോഗ്രാഫി, പിന്നെ എന്തൊക്കെ മലയാള സിനിമയ്ക്ക് അല്ലെ സിനിമാ രംഗത്ത്, കോസ്റ്റ്യൂം, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പറഞ്ഞത് ഓർമ്മയില്ല. ആർട്ട് ഡയറക്ഷൻ, പിആർഒ മാത്രമല്ല, ഇതിനകത്ത് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചു. സംഗീതം എനിക്ക് പറയാൻ അറിയില്ല, കാരണം എത്ര സാധാരണ നമ്മളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ 1, 2, 3 മേഖലയിൽ പ്രവർത്തിച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് 8 പാട്ട് പാടുകയും ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട് അങ്ങയുടെ ഈ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ഈ കൈയ്യടി പോരാ, നമ്മൾ ഒന്നുകൂടി അടിക്കണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. എത്ര അടിച്ചിട്ട് മതിയാവുന്നില്ല എൻ്റെ ഈ കരങ്ങൾക്ക്. ഇപ്പോൾ ഇന്റർനെറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സർവേയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിലൂടെ കണ്ട സോങ്സ് ആണ് കൃഷ്ണൻ രാധയുടേത്. അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക്, കാരണം ഈ സിനിമയെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു 105 പുതിയ ആളുകളുടെ ഒരു സിനിമയാണ്. 105 പുതിയ ആളുകൾ ജീവിതത്തിൽ ആദ്യമായി ക്യാമറ കാണുന്ന ഞാനടക്കം പറയുമ്പോൾ. ക്യാമറ കണ്ടിട്ടില്ല, മീൻസ് നേരത്തെ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. സിനിമ സെറ്റിൽ ഇല്ല, ഇതുവരെ പോയിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ സിനിമ സെറ്റിൽ പോകാതെ, സിനിമ എന്തെന്നറിയാതെ സിനിമ എടുക്കാൻ എല്ലാവരും മനസ്സ് കാണിച്ചിരിക്കണം അല്ലേ? അതാണ് നമ്മുടെ സിനിമയൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഫിലിം എഡിറ്റിംഗ് ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ ഞാനതൊരു പ്രൊഫഷണൽ ആയിട്ട് ഇന്നുവരെ ഒരു വർക്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ എടുത്ത് പഠിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു യൂണിവേഴ്സിറ്റി, ദാറ്റ് ഈസ് എൻ്റെ കൃഷ്ണൻ രാധയും സിനിമയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മുഴുവൻ കോഴ്സും പഠിക്കാൻ പോയ ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക്. കാരണം വെച്ചാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരാളുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നമ്മൾ പോയി കുറെ വർഷം അങ്ങനെ പോകുന്നു. കുറെ വേസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ നമുക്ക് ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണിത്, ഒരു ഡയറക്ടറായി വരാൻ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ നടനോ എക്സ്ട്രാ നടിയോ ഒക്കെ ആയി ഏതെങ്കിലും പാട്ടിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് ഈ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോയിന്ന് വരും. കാരണം ഒരാൾക്ക് നമ്മളെ നായകനാക്കണമെന്നോ നായികയാക്കണം എന്നൊന്നും തോന്നണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും നമ്മളിപ്പോ മരിച്ചു പോകുമ്പോ എന്തായാലും ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോലല്ലോ, കുറച്ച് പൈസ അങ്ങോട്ട് നശിപ്പിച്ചാലും തരക്കേടില്ല. നശിപ്പിച്ചു
അധികമൊന്നും വിറ്റില്ല, കാരണം ഭൂരിഭാഗം ജോലികൾ ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ടില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതാണ്, നമ്മളുടെ ഞാൻ മനസ്സിലാക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തനാണ്. അത് ഭഗവാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ന മയ്യ വേശി ദിതയാ കാമായ കൽപ്പതേ ന ഭർജിത കൊയ്താന പ്രായോ ബീജായ നിഷേധേ. ഭഗവാൻ പറയുന്ന ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്ന പോയിന്റ് ഇതാണ്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ബന്ധധാന്യമായിട്ട് മരിക്കണം. ദാറ്റ് ഈസ് എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും കംപ്ലീറ്റ് ചെയ്തൊരു മനുഷ്യന് രണ്ടാമതൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമ എടുക്കണമെന്ന്. അപ്പോൾ ഒരു വേള ഞാനിത് എടുക്കാതെയായിരുന്നു തട്ടിപ്പോയിരുന്നതെങ്കിൽ സത്യമായിട്ടും എനിക്ക് വേറൊരു ജന്മം കിട്ടുമായിരുന്നു. എനിക്ക് ഇനിയൊരു ജന്മം വേണ്ടാന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ ആ പാത സ്വീകരിച്ച്, ഭഗവാന്റെ പാതയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചെന്ന് പറഞ്ഞില്ല, അതിൽ 100-ൽ 1 കാര്യം സ്വീകരിച്ചു. നമ്മുടെ ഒരു ആഗ്രഹം നടത്തി. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, എപ്പോഴാണ് ഇങ്ങനെ ഒരു തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവ് ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് എപ്പോഴാണ് തോന്നിയത്? നമുക്കൊക്കെ അറിയാൻ പറ്റൂലല്ലോ. എന്നിലൊരു ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ സ്റ്റേജ് ഡ്രാമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ സ്കൂളിൽ വളരെ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ അച്ഛൻ്റെ ഐഡിയാസ് വ്യത്യസ്തമായിരുന്നു. അച്ഛനമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വെച്ചാൽ ഒന്നുകിൽ നീ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവണം. അപ്പം അച്ഛൻ അതിൽ കണ്ടൊരു ഗുണം 55 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ഗൾഫുകാരനാവണം, കാരണം ഇന്ത്യയുടെയും അവിടുത്തെയും ഈ വിപണനത്തിലുള്ളൊരു വ്യത്യാസം. അതുകൊണ്ടാണ് അവിടുത്തെ പൈസ വലിയ പൈസയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നീ ഒരു ഗൾഫുകാരനാവണം. ഇങ്ങനെ കുറച്ച് സേഫ് ആയിട്ടുള്ള കുറേ വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആസ് യൂഷ്വൽ. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ജോലിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫിലിം ഡയറക്ഷൻ എന്നല്ല, ആ ഡയറക്ഷനിൽ ഞാൻ കാണുന്ന ഗുണം വെച്ചാൽ ഒരു ഡയറക്ടർക്ക് സമസ്ത മേഖല അറിഞ്ഞിരിക്കണം. അതാണ് അതിലെ കാര്യം. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ക്യാമറ ഒഴിച്ച് എല്ലാവർക്കും ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ പ്രധാനമായി ആഗ്രഹിച്ചിരുന്നത് ഡയറക്ഷനാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരാൾ തരുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഏതൊരു ചങ്ങാതി കഷ്ടപ്പെട്ട് എഴുതിയൊരു ഡയലോഗ് ഏതൊരാൾ വളരെ കഷ്ടപ്പെട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, നമ്മൾ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നു, കയ്യടിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ കഷ്ടപ്പെട്ട് എഴുതിയോനെയും ഡയറക്റ്റ് ചെയ്തോനും ആരും അറിയില്ല. ആ കഷ്ടപ്പെട്ട് ക്യാമറ പ്രവർത്തിച്ചവനും മറ്റൊരു കോസ്റ്റ്യൂം ചെയ്തവരൊന്നും ആരും അറിയില്ല. പറഞ്ഞ് നമ്മൾ കയ്യടി ചെയ്യുന്നു, നമുക്ക് സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ മെഗാ സ്റ്റാറോ 2nd സ്റ്റാറോ 3rd സ്റ്റാറോ ഒക്കെ ആയി നമ്മൾ മാറുന്നു, നമ്മൾ ടോപ്പ് നടിയായി മാറുന്നു, നമുക്ക് തെലുങ്കും കന്നഡയൊക്കെ കിട്ടുന്നു, അതൊക്കെ വേറെ വിഷയം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ്. പക്ഷേ അതേസമയം പക്ഷേ ഞാൻ പറയട്ടെ, ഒരു നടൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഡയറക്ടർ പറയുന്നു ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതേ ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് ക്രിയേറ്റീവായിട്ട് പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇപ്പം ഞാനൊരു റൈറ്റർ മാത്രമാണെങ്കിൽ എന്നോടിപ്പോൾ ഒരു ഡയറക്ടർ പറയുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു സോങ് കിട്ടണം, അപ്പോൾ അയാളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരു സോങ്, അല്ലാതെ എനിക്കൊരു ഐഡിയ ഉണ്ടാവും, ആ ഐഡിയയിൽ അയാൾ ചെയ്യാനല്ലോ പറ്റില്ല. അതേപോലെ ഞാനൊരു നടനാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടാവും, ആ ഐഡിയയിലായിരിക്കില്ല ആ സ്ക്രിപ്റ്റോ ആ സംവിധായകനോ എന്നോട് പറയുന്നത്, ഞാൻ അതുപോലെ ചെയ്തു കൊടുക്കണം. ഇതിപ്പോ നമ്മൾ എന്താണ് മനസ്സിൽ കണ്ടത്? ആ രംഗം എന്താണ് അത് ഡയറക്റ്റ് എഴുതിയപ്പോൾ മനസ്സിൽ കണ്ടത് അഭിനയിച്ചു കാണിച്ചു. ഈ സമസ്ത മേഖലയും കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിലേക്ക് പേര് പോകാനുള്ള എല്ലാ സാധ്യത ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അവർ അതിന്റെ ഇമെയിൽ ഐ ഡി എന്റെ ഇമെയിലേക്ക് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച അതിന്റെ ഇതുണ്ടാവും. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, സത്യമാണത്. സത്യമാണ്. കാരണം ഞാൻ ഈ ഇത് ബന്ധപ്പെട്ട് പലരോട് സംസാരിച്ചു, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവരെന്നോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ക്യാമറ അടക്കം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാരണം അപ്പൊ അതാണ് നമ്മളുടെ തീർച്ചയായിട്ടും അതിൻ്റെതാണ് ഞാൻ പറയുന്നത്. അവര് നേരെ വന്ന് നോക്കും. ഇപ്പൊ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല, അവർ വന്ന് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചു ആരെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞ് സന്തോഷ് സാറേ അങ്ങനെയല്ല ചോദിക്കണ്ടേ, ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ശേഷമാണ് ഇങ്ങനെ ആകെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ചോദിക്കണം, ക്യാമറ കൂടെ ഒന്ന് കൈകാര്യം ചെയ്തൂടെ? വാലും തലയും